അപ്പം ഇവിടെ രാത്രി ഇപ്പോൾ ഒരു 9 മണി ആയിട്ടുണ്ട്. ഞാനും ലിനോ ചേട്ടനും എൻ്റെ കൂടത്തി വർക്ക് ചെയ്യുന്നത് ചേട്ടനാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ എൻ്റെ കൂടത്തി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചേച്ചി വേറൊരു പ്രൊവിൻസിലോട്ട് പോവുക. അപ്പം ഞാനാണ് ഇവിടെ സ്റ്റുഡൻ്റായിട്ട് ഇപ്പം നിൽക്കണേ. പാർട്ട് ടൈം ചെയ്യുന്നുണ്ട്. പോപ്പൈസിലാണ് വർക്ക് ചെയ്യുന്നത്. പോപ്പൈസ് മീൻസ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇപ്പം. KFC കൂട്ടത്തെ ഒരു ബ്രാൻഡാണ്. അപ്പം അവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ചേച്ചി ഒരു ഓൾമോസ്റ്റ് 3 ഇയേഴ്സ് ഉണ്ടായിരുന്നല്ലേ. അപ്പം ചേച്ചി ഇപ്പം വേറൊരു പ്രൊവിൻസിലോട്ട് പോവുക, ആൽബർട്ടയ്ക്ക് പോവുക. അപ്പം ചേച്ചി പോകുന്നതിന് മുന്നേ നമുക്ക് ചേച്ചി പോയി കാണാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ബസ് ഇതുവരെ വന്നില്ല. ഒരു 2 ബസ് എടുത്താൽ മതി ഇവിടുന്ന്. അപ്പോൾ ബസ്സിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ബസ്സിലൊക്കെ കയറി ടിക്കറ്റ് കിട്ടി. ടിക്കറ്റ് 277 കണ്ടോ. ഇതിപ്പം 2024 277 ദിവസം കഴിഞ്ഞു. എന്ത് പെട്ടെന്നല്ലേ സമയമൊക്കെ പോയത്. നമ്മളിപ്പം 2025 ആവാറായി. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ട് ആദ്യത്തെ ബസ്സാട്ടോ ഇത്. 2 ബസ് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ആദ്യത്തെ ബസ്സിൽ കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊരു അരമണിക്കൂർ എടുക്കത്തുള്ളൂ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ബസ് സ്റ്റോപ്പിലേക്ക് എല്ലാ ബസ്സും വരുന്ന ഒരു സ്ഥലമില്ലേ, അതുകൊണ്ട് മെയിൻ ഒരു ബസ് സ്റ്റേഷനൊക്കെ ഇല്ലേ, അതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റേഷനാണ്. കാരണം എല്ലാ ബസ്സും ഇവിടെയാണ് വരുന്നത്. ഇവിടെ നിന്ന് അടുത്തൊരു ബസ്, ഞാൻ പറഞ്ഞില്ല 2 ബസ് എടുക്കാറുണ്ട്. ഇവിടെ നിന്ന് ഒരു ബസ് കൂടെ എടുക്കാം. പിന്നെ ഇവിടെയാണ് നമ്മൾ ക്രോസ് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് അവിടെ ഇനി ഒരു വൈറ്റ് കളർ ആവണം. അപ്പം നമുക്ക് അവിടെ നിന്ന് ക്രോസ് ചെയ്യാം. ഇതാണ് നമ്മൾ വന്ന ബസ്. 12 ആണ് നമ്മുടെ അടുത്ത ബസ്. അപ്പം അത് തിരിച്ചു പോവാണ്. ഇവിടെ ഇനി വൈറ്റ് കളറായിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാരണം ബസ് അതുവഴി എടുത്ത് വരുന്ന സ്ഥലമായിരിക്കും. അപ്പോൾ അവിടെ വൈറ്റായി. നമ്മളിപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് കെനഡി സ്റ്റേഷനാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്നൊരു 10 മിനിറ്റേ ഉള്ളൂ. 10 മിനിറ്റ് പോലും ഇല്ലെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് ബസ്സുകളൊക്കെ കുറേ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. കുറേ ബസ്സുണ്ട്, ഇഷ്ടംപോലെ ബസ്സുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടതാണ്, ജസ്റ്റ് മാരീഡ് എന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മൾ നമ്മുടെ ബസ്സിൻ്റെ അടുക്കലോട്ട് നടന്നു പോവാണ്. അതാണ് 43. നമ്മൾ 43A ആണ് എടുക്കുന്നത്. അവിടുന്ന് ഈ ഒരു ബസ് കൂടെ എടുത്താൽ മതി. പിന്നെ ബസ്സിനകത്താണെങ്കിലും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ഈ ഭാഗം എടുത്തു കഴിഞ്ഞപ്പോൾ ഒട്ടും സൗണ്ട് ഇല്ലായിരുന്നു. ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഇനി അങ്ങോട്ട് നടക്കാൻ പോവാണ്. അപ്പോൾ അവിടുന്ന് ഭയങ്കര ഫുഡിൻ്റെ മണം വരുമായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. വണ്ടിയുടെയൊക്കെ ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ആ റെസ്റ്റോറൻറ്റ്, കാരേക്കുടി എന്ന് പറഞ്ഞിട്ട്. അപ്പം റെസ്റ്റോറൻറ്റ് നമ്മളൊന്ന് കാണിക്കുകയാണ്. ഇത് അവരുടെ വീടിൻ്റെ അടുത്തുള്ളത്. ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ളതേ ഉള്ളൂ. എന്നിട്ടിപ്പം നമ്മൾ അങ്ങോട്ട് പോകാൻ പോവാണ്. കുറച്ചൊന്ന് നടക്കണം. നമുക്കങ്ങോട്ട് പോവാം. ഗൈസ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. ഇപ്പം എത്രയാ 15 അങ്ങാണ്ടല്ലേ പുറത്ത്. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഞാനാണെങ്കിൽ ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ചൂടെടുക്കാൻ തുടങ്ങും. അത് ഞാൻ എടുത്തില്ല. കുഴപ്പമില്ല, മണ്ടത്തരാന്ന് തോന്നുന്നു കാണിച്ചേ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും കിടന്നു തോന്നുന്നു. ഇവിടെ ആണെങ്കിൽ ഇവിടുത്തെ വരുന്നതെന്ന് വെച്ചാൽ എല്ലാവരും നേരത്തെ കിടക്കും. അല്ല നമ്മൾ നാട്ടിൽ കൂടെ അങ്ങനെ പുറത്തങ്ങനെ ലൈറ്റൊന്നും ഇട്ടും അങ്ങനെ ആരും കാണാനൊന്നും പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും അകത്ത് കയറും. അപ്പം നമുക്കിനി ഒരു കൺഫ്യൂഷൻ, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ, നമുക്കിനി പോവാം. ഓക്കെ, നമ്മളവിടെ ആണെങ്കിൽ എത്തി. ഇതാണ് പ്രീതി ചേച്ചി. ഈ ചേച്ചിയാണ് പോകുന്നത്. ഇത് രാഹുൽ ചേട്ടൻ. അതാണ് പ്രീതി ചേച്ചി. ചേച്ചിക്ക് വീഡിയോ വരണ്ടെന്ന് പറഞ്ഞിട്ട് പോവാണ്. ഇത് അരവിന്ദ് ഏട്ടൻ. നമ്മൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഈ ചേട്ടനും നമ്മുടെ കൂട്ടത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടനോടെ കാര്യമായിട്ട് ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര നല്ലതായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇതോ ബീഫ് ബിരിയാണി ആയിട്ടുണ്ട്. പിന്നെ സാലഡ് ഉണ്ടാക്കുകയാണ്. അപ്പം അതിൻ്റെ തിരക്കിലാണ് അവിടെ. പിന്നെ ഇതാണ് രാഹുൽ ചേട്ടൻ. അവർ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചീനെ ലിനോ ചേട്ടന് പിടിച്ചു കൊണ്ടുവന്നതാണ്. ചേച്ചിക്ക് വീഡിയോ വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ഇതാണ് അരുൺ ചേട്ടൻ. ഇവരുടെ ഫ്രണ്ട്സാണ്. അപ്പം അവർ എൻ്റെ മറ്റേ പഴയ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ.
അങ്ങനെ നമ്മൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് എല്ലാവരും കൂടി. നല്ല രസമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ചേച്ചി പോകുന്നതിൻ്റെ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. കാരണം ചേച്ചി അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ അരവിന്ദേട്ടൻ ഫുഡൊക്കെ എല്ലാവർക്കും എടുത്ത് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. പറയുകയാണല്ലോ, സൂപ്പറായിരുന്നു ബിരിയാണി, ബീഫ് ബിരിയാണി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. സാലഡും എല്ലാം കൂടെ വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു എല്ലാവരും കൂടി. അപ്പോൾ ഇതാണ് വിഷ്ണു ചേട്ടൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വിഷേട്ടന് കുറച്ച് വയ്യായിരുന്നു, പനിയൊക്കെ ആയിരുന്നു. അപ്പം ഇന്നാൾ കുറച്ച് സൈലൻ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം എല്ലാവരോടും സംസാരിച്ചു, ഫുഡൊക്കെ കഴിച്ചു, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാരണം ചേച്ചി ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരത്തില്ലായിരിക്കും. അതിനിടയ്ക്ക് ഒരു സിനിമയൊക്കെ കണ്ട് നമ്മളങ്ങനെ ഇരുന്നു. എന്നിട്ട് നമ്മൾ ഇറങ്ങാൻ സമയമായിരുന്നു. ലൈക്ക് പിറ്റേ ദിവസം എല്ലാവർക്കും വർക്കും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിഷേന് കാറുണ്ട്, വിഷേനാണ് നമ്മളെ വീട്ടിലോട്ടാക്കുന്നത്. അങ്ങനെ ഇതാണ് വിഷയമായിട്ട് നമ്മൾ ബൈ ഒക്കെ പറഞ്ഞു, ചേച്ചിയോട് യാത്രയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള ഇത് ജേക്കബ്, പിന്നെ ഇത് ആദർശേണ്ണും ജേക്കബ് ചേട്ടനും. അപ്പോൾ അവരൊക്കെ യാത്ര പറഞ്ഞ് ചേച്ചിയെ വിടുകയാണ്. അപ്പോൾ അങ്ങനെ ചേച്ചി പോവാണ് ആൽബർട്ടേക്ക്. നാളെ രാത്രി പോവും ചേച്ചി. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പം ഇനി കിടക്കാൻ പോവാം, രാവിലെ കോളേജിൽ പോകണം. അപ്പം എല്ലാവർക്കും ബൈ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.